ഈ കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിൽ 3 ഗവൺമെന്റുകൾ അതിശക്തമായ ആന്റി ഇൻക്യുംബൻസി വേവ് കാരണം തൂത്തെറിയപ്പെട്ടു. അതുതന്നെ കാരണം പ്രതിപക്ഷത്തെക്കാൾ കൂടുതൽ ഗവർണർമാരുടെ ഇടപെടലാണോ എന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന കാതലായ പ്രശ്നം. ഈ 3 ആന്റി BJP ഗവൺമെന്റുകൾ പ്രാദേശിക കക്ഷികളുടേതായിരുന്നു. CPM ഒരുപക്ഷെ പ്രാദേശിക കക്ഷിയെല്ലാം നിങ്ങൾ അവകാശപ്പെടുമായിരിക്കുന്നു. പക്ഷെ കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രാദേശിക കക്ഷി മാത്രമാണ് CPM എന്നുള്ള സത്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ പ്രാദേശിക ഭൂരിപക്ഷമുള്ള കക്ഷികളെ ഒതുക്കാൻ വേണ്ടി ഗവർണർമാർ മനഃപൂർവ്വമായി നടത്തിയ ചാണക്യതന്ത്രങ്ങളാണോ എന്നുള്ളതാണ് ഞാനിവിടെ ഉന്നയിക്കുന്ന പ്രധാന സംശയങ്ങൾ. നമുക്ക് ഓരോ ഗവൺമെന്റിന്റെയും ആ ഗവർണർമാരും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നോക്കാം. ആദ്യം തമിഴ്നാട്ടിലേക്ക് പോകാം. തമിഴ്നാട്ടിൽ 2021 മുതൽ 2026 വരെ രവി ആയിരുന്നു ഗവർണർ. വന്നത് മുതൽ സ്റ്റാലിൻ്റെ ഗവൺമെന്റുമായി യുദ്ധം വെട്ടുക എന്നതായിരുന്നു അവിടുത്തെ രീതി. നല്ല റിലേഷൻഷിപ്പിനാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഗവർണർ അടുത്ത വർഷം മുതൽ തന്നെ റിലേഷൻഷിപ്പിൽ താളം തെറ്റുന്നതാണ് കണ്ടത്. ഇതിന് ഏറ്റവും പ്രധാനമായി ആദ്യമായി ഉണ്ടായത് 2022 നിയമസഭ പാസാക്കിയ ആന്റി നീറ്റ് ബില്ലാണ്. ആന്റി നീറ്റാണ്. നീറ്റ് എന്നുള്ളത് കുട്ടികളെ ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥിതിയാണെന്നാണ് സ്റ്റാലിൻ്റെ പക്ഷം. അതുതന്നെയാണ് ഇപ്പോഴത്തെ സർക്കാരായ വിജയുടെയും പക്ഷം. എന്നിരുന്നാലും ആന്റി നീറ്റ് ബില്ല് ഗവൺമെന്റ് പാസാക്കി കൊടുത്തപ്പോൾ ഗവർണർ അത് ഒപ്പിടാൻ കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല, ഇതിൽ ഒപ്പിടുന്ന അവസാനത്തെ വ്യക്തിയായിരിക്കും താൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ നേരിട്ടത്. അത് വീണ്ടും തിരിച്ചയച്ച ബില്ലിനെ വീണ്ടും സ്റ്റാലിൻ തിരിച്ചയച്ചപ്പോൾ അതിനെ പ്രസിഡന്റിന്റെ പരിഗണനയ്ക്കായി വിട്ടുകൊടുക്കുകയും അതവിടെ കോൾഡ് ഫ്രീസറിൽ വെച്ച പോലെ വയ്ക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിന്റെ ചരിത്രം. ബില്ല് ഒപ്പിടാതെ ഇതോടുകൂടെ ബുദ്ധിമുട്ട് ആരംഭിക്കുകയും പിന്നെ ഗവൺമെന്റിന്റെ ഒരു ബില്ലും ഗവർണർ ഒപ്പുവെക്കാതാവുകയും ചെയ്തു. യൂണിവേഴ്സിറ്റി ഗവൺമെന്റ്സിന്റെ അതുപോലെ ഗവർണറുടെ അധികാരം വെട്ടിച്ചുരുക്കുന്ന ബില്ലുകൾ എല്ലാം സ്റ്റാലിൻ തയ്യാറാക്കി നിയമസഭ പാസ്സാക്കി കൊടുത്തിരുന്നെങ്കിലും ഒന്നും തന്നെ ഒപ്പിടാൻ സ്റ്റാലിൻ തയ്യാറായില്ല. TN രവി തയ്യാറായില്ല. അത് ഡിലേ ചെയ്യുകയും തുടർന്ന് പ്രസിഡന്റിന്റെ പരിഗണനയ്ക്ക് വിട്ടയക്കുകയും ചെയ്യുന്ന രീതിയായിരുന്നു അവിടെ കണ്ടത്. ഇതിനെതിരെ സ്റ്റാലിൻ കോടതിയിൽ പോയി സുപ്രീം കോടതിയെ തന്റെ ചരിത്രപ്രസിദ്ധമായ വിധിയിലൂടെ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇതിനെ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നുള്ളൊരു വിധി പാസാക്കുകയും അതുവഴി കോർട്ട് ഇങ്ങനെ ചെയ്യുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പ്രഖ്യാപിച്ച് ക്ലിയറൻസ് ആർട്ടിക്കിൾ 142 വഴി കൊടുക്കുകയും ചെയ്തു. അത് ഗവർണർക്ക് ഏറ്റവും ശക്തമായ തിരിച്ചടിയായിരുന്നു. തുടർന്ന് തമിഴകം കോൺസ്റ്റിറ്റ്യുവൻസി ആണ് അടുത്ത ഗവർണറും സർക്കാരും തമ്മിലുണ്ടായ വിവാദം. ഗവർണർ തമിഴ്നാട് എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് വേറൊരു തമിഴ്നാട് അല്ലെങ്കിൽ വേറൊരു രാജ്യത്തെ പോലെ തോന്നിക്കുമെന്നും തമിഴകമാണ് ശരിയായ പ്രയോഗമെന്നും പറഞ്ഞു. ഇത് ശക്തമായ പ്രതിഷേധത്തിനിടയാക്കി. DMK, AIDMK, PMK മുതലായ എല്ലാ കക്ഷികളും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. എങ്കിലും ഗവർണർ തൻ്റെ ഭാഷയിൽ ഉറച്ചു നിന്നു. മാത്രമല്ല, തമിഴകം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം തമിഴ് കൾച്ചറിന് എതിരെയുള്ള അറ്റാക്ക് അല്ല താൻ ഉദ്ദേശിക്കുന്നത് എന്നും ആ ഇന്ത്യയിലെ ബഹുസ്വരതയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ തമിഴ്നാടിന് വേണ്ടി വാദിക്കുന്നത് അത് തമിഴ്നാടിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് തമിഴകം എന്ന് പറയുന്നതെന്നും പറയുകയുണ്ടായി. എന്നാൽ ഒരു സെപ്പറേറ്റ് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്ത് ഒരു തമിഴ് കൾച്ചറിൽ ഒരു പ്രൗഡായിട്ടുള്ള ആൾക്കാർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാവാനും അതിനെ കുറിച്ച് മനസ്സിലാക്കിപ്പിക്കാനും ബുദ്ധിമുട്ടായിരുന്നു എന്നതിനാൽ വീണ്ടും ആ സംഘർഷം തുടർന്നുകൊണ്ടിരുന്നു. ഇതിനിടയിൽ ഒരുപാട് അസംബ്ലി സ്പീച്ച് വാക്കൗട്ടുകൾ ഉണ്ടായി. പ്രഖ്യാപനം ഗവൺമെന്റ് എഴുതി കൊടുത്തത് വായിക്കാൻ ഗവർണർ തയ്യാറായില്ല. അതിൽ വെട്ടിത്തിരുത്തലുകൾ വരുത്തുകയുണ്ടായി. അതുപോലെ അതിലെ അംബേദ്കറുടെ വാക്കുകൾ വുമൺ എംപവർമെന്റ്, സെൽഫ് റെസ്പെക്ട്, സെക്യുലറിസം എന്നുള്ള വാക്കുകൾ ഗവർണർ ഒഴിവാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ വായിച്ചതല്ലാതെ തങ്ങൾ തയ്യാറാക്കിയ നയപ്രഖ്യാപനം സഭ പാസാക്കി ഗവർണർക്ക് അയച്ചു കൊടുക്കുന്ന ഒരു പുതിയ കീഴ്വഴക്കം തന്നെ സ്റ്റാലിൻ സൃഷ്ടിച്ചു. ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ED റെയ്ഡോടുകൂടി സ്റ്റാലിൻ്റെ മന്ത്രിയിൽ ഒരാളായ സെന്തിൽ ബാലാജി അറസ്റ്റിലാകുന്നത്. സെന്തിൽ ബാലാജിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ ചോദിച്ചെങ്കിലും അത് ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള സെന്തിൽ ബാലാജിയുടെ രാജി ആവശ്യമില്ല എന്നുള്ള നിലപാടായിരുന്നു സ്റ്റാലിൻ്റേത്. സ്റ്റാലിൻ്റെ അനുവാദമില്ലാതെ രാജി ആവശ്യപ്പെടുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്നുള്ള അഭിപ്രായം ഉണ്ടായി. എങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ഇതിൽ ഗവർണറുടെ ഒപ്പം നിന്നില്ല. അത് അറ്റോർണി ജനറലിനെ വിടുകയും അവരുടെ നിയമ അഭിപ്രായം തേടുകയും ചെയ്യണമായിരുന്നു എന്ന നയമാണ് സെൻട്രൽ ഗവൺമെന്റ് സ്വീകരിച്ചത്.
എല്ലാ സ്ഥലത്തെയും കേരളത്തിലെ, തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ മറ്റേ വെസ്റ്റ് ബംഗാളിൽ കോമൺ ആയി കാണാവുന്ന ഒരു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ അപ്പോയിൻമെന്റിൽ ഉണ്ടാകുന്ന ബാറ്റിലാണ്. ഗവർണറുടെ അധികാരം വെട്ടിച്ചുരുക്കിക്കൊണ്ട് സ്റ്റേറ്റ് പറയുന്ന അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ പറയുന്ന ആളെ അപ്പോയിന്റ് ചെയ്യണമെന്ന ആവശ്യവുമായി ഒരു പ്രമേയം പാസാക്കി ഗവർണർക്ക് അയക്കുകയും ഗവർണർ അതിൽ ഒപ്പിടാൻ വിസമ്മതിക്കുകയും അതിനുശേഷം അത് കോൾഡ് സ്റ്റോറേജിൽ വെക്കുകയും ചെയ്തു എന്നുള്ളത് ഇവിടെയും നമുക്ക് കാണാം. തമിഴ് എക്സെപ്ഷണലിസത്തിനെ താൻ അംഗീകരിക്കുന്നില്ല എന്നും ഹിന്ദി ഭാഷയ്ക്കെതിരെയുള്ള പ്രമേയങ്ങൾ ഹിന്ദി ഭാഷയെ ഉദ്ദേശിച്ചുകൊണ്ടല്ലെന്നും തങ്ങൾ ഒരു സുപ്പീരിയർ ആണ് എന്ന് കാണിക്കാനുള്ള തമിഴ്നാടിൻ്റെ ശ്രമം അതിൽ പൊളിറ്റിക്കൽ മൈൽ സ്കോർ ചെയ്യാനുള്ള DMKയുടെ ശ്രമമാണെന്ന് ഗവർണർ പച്ചയ്ക്ക് പറയുകയുണ്ടായി. തമിഴ്നാടിന് ഇന്ത്യയോട് മാത്രമല്ല കേരളം, കർണാടക, ആന്ധ്ര മുതലായ സംസ്ഥാനങ്ങളിലെ ഭാഷകളോട് പോലും ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് ഗവർണർ പറഞ്ഞു. ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. പല വാക്കൗട്ടുകൾ ഉണ്ടായി. നാഷണൽ ആനന്ദത്തിന് മുന്നേ തന്നെ ഗവർണർ വാക്കൗട്ട് നടത്തുന്നത് ഒരു സ്ഥിരം പ്രതിഭാസമായി മാറുന്നത് നമ്മൾ കാണാനിടയായി. വളരെ നാൾക്ക് ശേഷം സ്റ്റാലിൻ്റെ മറ്റൊരു മന്ത്രി കറപ്ഷൻ ചാർജസിൽ പുറത്തു പോവുകയും ഒരു വകുപ്പില്ലാ മന്ത്രിയായി സ്റ്റാലിൻ അയാളെ തുടരുകയും ചെയ്യിപ്പിച്ചു. ഇതിനെതിരെ ഗവർണർ പോവുകയും കോടതി സ്റ്റാലിനോട് ഈ വകുപ്പില്ലാ മന്ത്രിയുടെ ആവശ്യം എന്താണ് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് അഴിമതിക്കെതിരെ എന്ന് പറയാൻ പറ്റാത്തവണ്ണം സ്റ്റാലിനെ കുരുക്കിൽ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് കാര്യം. അണ്ണാമലൈ അല്ലെങ്കിൽ വിജയ് ഉയർത്തിയ പ്രശ്നങ്ങളെക്കാൾ ഗവർണർ തുടങ്ങി വെച്ച പ്രശ്നങ്ങൾ ഏറ്റുപിടിക്കുക എന്നതായിരുന്നു ഇവരുടെ രീതി. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ വിജയും അണ്ണാമലയും അല്ലെങ്കിൽ അണ്ണാ DMKയും ഒരു പരിധിവരെ ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ പ്രതിഷേധവും പ്രതിരോധവും ആന്റി ഇൻക്യുബൻസിയും ഉണ്ടാക്കുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത്. ഇത് തന്നെ വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ബംഗാളിലും ആവർത്തിച്ചതായി കാണാം. വെസ്റ്റ് ബംഗാളിൽ 2 ഗവർണർമാരുണ്ടായിരുന്നു. ദീദി ദുർഗയായി സർവശക്തിയായി വാഴുന്ന വെസ്റ്റ് ബംഗാളിൽ TMCക്കാരുടെ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും എതിർവാക്ക് പറയാനില്ലാത്ത ആ നാട്ടിൽ ഗവർണറായി ആദ്യം അവതരിച്ചത് ജഗ്ദീപ് ധൻഖർ ആയിരുന്നു. അദ്ദേഹം 3 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആനന്ദ ബോസുകൾ വരികയാണ് ഉണ്ടായത്. ജഗ്ദീപ് ധൻഖർ വന്ന 2019 കഴിഞ്ഞ് 2021 വരെ വലിയ പ്രശ്നമില്ലാതെ അങ്ങ് പോവുകയും 2021 എല്ലാ ഇലക്ഷൻ കഴിഞ്ഞാലും TMCക്കാരുടെ അഴിഞ്ഞാട്ടം അവിടെ പതിവാണ്. അതുപോലെ ജഗ്ദീപ് ധൻഖർ ഉള്ളപ്പോൾ TMC വയലൻസ് ശക്തമായിട്ടുണ്ടായി. BJP TMC വർക്കേഴ്സ് തമ്മിൽ ഉണ്ടായ ഇതിൽ പല വീടുകൾ അഗ്നിക്കിരയാവുകയും ചെയ്തു. ധൻഖർ ആ സ്ഥലങ്ങളെല്ലാം വിസിറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന വയലൻസിനെ കുറിച്ച് മമതയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇത് തീർത്തും ഇഷ്ടപ്പെടാതിരുന്ന ദീദി ഗവർണറുടെ ചുമതലകൾ വഹിക്കുക മാത്രമേ വേണ്ടൂ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയുണ്ടായി. കേരളം, തമിഴ്നാട്, അതുപോലെ വെസ്റ്റ് ബംഗാൾ ഇവിടെ എല്ലായും കോമൺ ആയിട്ട് ഗവർണർ സർക്കാർ അടിയുണ്ടാകുന്നത് VC അപ്പോയിൻമെന്റുകളിലാണ്. അതേ അച്ചിൽ തന്നെ CM-നെ വൈസ് ചാൻസലർ അപ്പോയിൻമെന്റിന് അധികാരം നൽകിക്കൊണ്ടുള്ള ബിൽ സഭ പാസാക്കി ഗവർണർക്ക് അയച്ചു കൊടുത്തു. അതിനെ വകവെച്ചില്ലെന്ന് മാത്രമല്ല ഗവർണർ സ്വന്തമായ മഹുവ മുഖർജി എന്ന ആളെ വൈസ് ചാൻസലർ ആക്കി വെച്ചുകൊണ്ട് മമതയെ പരിഹസിക്കുന്നതായിട്ടാണ് കാണാനിടയായത്. അതിനുശേഷം TMC വയലൻസുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഗവർണർ രംഗത്തെത്തി. ബിർബാൻ വയലൻസ് മമത കാര്യമായി ഒന്നും തന്നെ ചെയ്യുന്നില്ലെന്നും ഈ വയലൻസ് പടരാനുള്ള കാരണം നിങ്ങളുടെ ഇനാക്ഷൻ ആണ് എന്നുള്ള പോലെ ധൻഖർ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയപ്പോൾ ശക്തമായി പ്രതിഷേധിച്ച മമത പ്രതിഷേധ സൂചകമായി ട്വിറ്ററിൽ ഗവർണറെ ബ്ലോക്ക് ചെയ്യുക എന്നത് നയം സ്വീകരിച്ചു. തൻ്റെ ഉദ്യോഗസ്ഥരെ, തൻ്റെ ചീഫ് സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തുന്നു ഗവർണർ എന്നതായിരുന്നു മമതയുടെ പരാതി. 2022 ആയപ്പോഴേക്കും ഇത് ഉച്ഛാസ്ഥയിലെത്തി. 2022 മമത ഒരു ജൂലൈ 21 BJPക്കെതിരെ നമ്മൾ ജിഹാദ് നടത്തണം എന്ന് പ്രഖ്യാപിച്ചു. ഇത് ശക്തമായ പ്രതിഷേധങ്ങൾക്കിടയാക്കി. അതിനെ ഗവർണർ ഏറ്റുപിടിക്കുകയും ചെയ്തു. ഒരു റിലീജിയസ് ലൈനിലുള്ള ആന്റി ഹിന്ദു നെറേറ്റീവാണ് മമത പറയുന്നത് എന്നതായിരുന്നു അവരുടെ
അദ്ദേഹത്തിന്റെ ഭാഷ്യം ഇത് ജിഹാദിന്റെ അർത്ഥം മനസ്സിലാക്കാതെ സംസാരിക്കുന്നതാണ് എന്നുള്ള കൗണ്ടർ ആർഗ്യുമെന്റുമായി മമത വന്നെങ്കിലും ഹിന്ദു കമ്മ്യൂണിറ്റിക്കിടയിൽ ഒരു ആന്റി ഹിന്ദു ആണ് മമത എന്നുള്ള ഒപ്പീനിയൻ ഉണ്ടാക്കാൻ ഇത്തരം കാര്യങ്ങളിലൂടെ സാധിച്ചു. ശക്തമായ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ പ്ലസ് വുമൺ ആയിരുന്നു മമതയുടെ വോട്ട് ബാങ്ക് എങ്കിൽ ഒരു മൈനോറിറ്റി ഓഫ് ഹിന്ദു പോപ്പുലേഷൻ മമതയുടെ കൂടെ എല്ലാ കാലത്തും നിൽക്കാറുണ്ടായിരുന്നു. ആ മൈനോറിറ്റി പൂർണ്ണമായും വിഘടിച്ചുകൊണ്ട് ഒരു മെജോറിറ്റി ഹിന്ദു കൺസോൾട്ടേഷൻ എന്നുള്ളതാണ് പിന്നെ കാണാൻ സാധിച്ചത്. അതിനുശേഷം വൈസ് പ്രസിഡന്റായി ധൻഖർ പോയപ്പോൾ സത്യത്തിൽ ഏറ്റവും കൂടുതൽ ആശ്വസിച്ചത് മമതാ ദീദി ആയിരിക്കണം. അതിന് പകരം വന്ന ആളോ ആനന്ദ ബോസ്. ഈ പിടിച്ചതിനും വലുതാണ് ആളയിൽ നിന്നൊക്കെ പറയുന്നത് പോലെ ആനന്ദ ബോസ് ധൻഖറിന്റെ അപ്പുറത്തെ സംഘർഷത്തിന് തയ്യാറായിക്കൊണ്ടായിരുന്നു വന്നിരുന്നത്. ആനന്ദ ബോസ് വന്ന ഉടനെ തന്നെ അവിടെയുള്ള എല്ലാ വൈസ് ചാൻസലറുടെയും മാസ് റെസിഗ്നേഷൻ ആവശ്യപ്പെട്ടു. എല്ലാം സുപ്രീം കോർട്ട് നയത്തിന്റെ UGC ചട്ടങ്ങളുടെ ലംഘനത്തിന് മൂലമാണ് എന്ന് പറയുമെങ്കിലും ഇങ്ങനെയുള്ള ഒരു മാസ് റെസിഗ്നേഷൻ തുടക്കത്തിലെ കല്ലുകടിയായി അനുഭവപ്പെട്ടു. കൽക്കട്ട ഹൈക്കോർട്ട് ഗവർണറുടെ ഈ വസ്തുതയെ പിന്താങ്ങി എന്നുള്ളത് കൊണ്ട് മമതയ്ക്ക് കാര്യമായി ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. പഞ്ചായത്ത് ഇലക്ഷൻ ജൂൺ 23 നടന്നപ്പോൾ വീണ്ടും വയലൻസ് ഉണ്ടാക്കുകയും പറഗാൻ ഡിസ്ട്രിക്റ്റിലെ സംഘർഷം മൂലം ഏതാനും ആളുകൾ മരിക്കുകയും ചെയ്തു. അവിടെ സന്ദർശിച്ച ഗവർണർ നിങ്ങൾ ഈ കളിക്കുന്ന ചെകുത്താന്റെ കളികൾ അവസാനിപ്പിക്കണം, സാറ്റാനിക് ഗെയിംസ് ഷുഡ് ബി സ്റ്റോപ്ഡ് എന്ന് തന്നെ പറയുകയും അല്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളുടെ ഇത്തരം കളികളെ അവസാനിപ്പിക്കും എന്ന് പറയുകയുണ്ടായി. വീണ്ടും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ വിളിച്ചു വരുത്തും എന്നുള്ള അവസ്ഥ ഉണ്ടായത് മമതയെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചത്. ഏറ്റവും പ്രധാനം സന്ദേശ് ഖാലിയിൽ 2024 നടന്ന കൂട്ടക്കൊലകളാണ്. റേപ്പ് ആൻഡ് മാസ് മർഡർ ബൈ TMC ഗൂൺസ് എന്നുള്ളത് അവിടെ ഒരു വലിയ പ്രശ്നമായി അവശേഷിച്ചു. മമത അതിലത്തെ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളതും ഇവരുടെ പ്രശ്നങ്ങളെ നിസാരമായി കണ്ടു എന്നുള്ളതും നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. അതിനെതിരെ ഗവർണർ ശക്തമായി പ്രതികരിച്ചു. അവിടെ ചെന്ന് അദ്ദേഹം അവിടുത്തെ സ്ത്രീകളെ കാണുകയും തന്നെ കൊണ്ട് കഴിയാവുന്ന പോലെ എല്ലാം താൻ സഹായിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. അതിനുശേഷം സ്ത്രീകൾ അവിടെ സത്യാഗ്രഹം ഇരുന്നപ്പോൾ ഗവർണർ തൻ്റെ രാജ്ഭവൻ തുറന്നു കൊടുക്കുകയും അവർക്ക് എന്നും നിങ്ങൾ അവർക്ക് അഭയം കൊടുത്തില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ അഭയം കൊടുക്കാൻ ഞാൻ എന്നും തയ്യാറായിരിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഗവർണർ ഇതിനെല്ലാം എതിരെ എന്നോണം അല്ലെങ്കിൽ ഇതിനെല്ലാം ബദൽ എന്നോണം 2 സെക്ഷൽ അലിഗേഷൻ ലോ സ്യൂട്ട്സ് ഗവർണർക്കെതിരെ ഫയൽ ചെയ്യുകയുണ്ടായി. ഒന്ന്, രാജ്ഭവനിലെ തന്നെ ഉദ്യോഗസ്ഥ തന്നെ ഗവർണർ അപമര്യാദയായി പെരുമാറി അല്ലെങ്കിൽ മൊളസ്റ്റ് ചെയ്തു എന്നുള്ള ആരോപണവുമായി വന്നു. രണ്ടാമത്, വേറൊരു ഒഡീസി നർത്തക തനിക്കെതിരെ മോശമായി പെരുമാറ്റം ഗവർണറിൽ നിന്നും ഉണ്ടായി എന്നുള്ള ആരോപണവുമായി വന്നു. താൻ അതിൽ ഉത്തരവാദിയല്ലെന്നും രണ്ടുപേരും TMC വർക്കേഴ്സ് ആണ് എന്നുള്ളതായിരുന്നു ആനന്ദ ബോസിന്റെ ന്യായം. ഇതേ ആരോപണവുമായി CCTV ദൃശ്യങ്ങൾ വേണമെന്ന് പറഞ്ഞ് ഗവർണർ വന്നെങ്കിലും ഗവർണർ അത് കൊടുക്കാൻ തയ്യാറായില്ല. രാജ്ഭവനിനുള്ളിൽ പോലീസിനെ പ്രവേശിക്കുന്നത് ഒപ്പോസ് ചെയ്തുകൊണ്ടായിരുന്നു ഗവർണറുടെ രീതി. അതിനുശേഷം 1 വർഷം കൂടെ ശേഷിക്കെ ആനന്ദ ബോസ് രാജിവെച്ച് പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം TN രവി തമിഴ്നാട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നിറക്കുന്നു. ഇത്രയും പ്രശ്നങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ ഗവർണറുടെ പല കാര്യങ്ങളും ഇടയാക്കി എന്നുള്ളതാണ് സത്യം. TMCക്കെതിരെ ഒരു ആൻറ്റി ഇൻക്യുംബൻസി തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഹിന്ദു മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നു മമത എന്നുള്ള ആരോപണം നിലനിന്നിരുന്നു. സ്ത്രീകളുടെ സുരക്ഷയ ഒരു സ്ത്രീ മുഖ്യമന്ത്രിയായ ബംഗാളിൽ നടക്കുന്നില്ല എന്ന ആരോപണം നിലനിന്നിരുന്നു. ഇതിനെല്ലാം പുറമെ TMC ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം തടയാൻ പോലീസ് മന്ത്രി കൂടിയായ മമതയ്ക്ക് കഴിയാഞ്ഞത് ഒരു വലിയ ശാപമായി ആ ഗവൺമെന്റ് അലട്ടിയിരുന്നു. എന്നിരുന്നാലും എതിർപക്ഷത്തിന് സ്വരം ഉയർത്താൻ അവിടെ അവസരമുണ്ടായിരുന്നില്ല. ബംഗാളിലത്തെ രാഷ്ട്രീയം നോക്കുമ്പോൾ CPM ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ അടിച്ചൊതുക്കുന്ന പോലെ തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ അതിനെതിർ ശബ്ദം ഉയർത്തുന്ന BJP പാർട്ടിയെ അടിച്ചൊതുക്കുന്ന അല്ലെങ്കിൽ CPM കോൺഗ്രസും അവിടെ നാമശേഷമായി കഴിഞ്ഞ് അടിച്ചൊതുക്കുന്നതാണ് കണ്ടത്. തുടർന്ന് വന്ന ഇലക്ഷനിൽ ജനവിധി മമതയ്ക്കെതിരാവുകയും അവർ അധികാരത്തിൽ നിന്ന് മാറേണ്ടി വരികയും ചെയ്തു. എന്നിരുന്നാലും ഗവർണർ തുടങ്ങി വെച്ച ഈ തീപ്പൊരിയാണ് ഒരു വൻ തീയായി
മമതയുടെ കോട്ടയെ കത്തിച്ചത് എന്ന് തന്നെ വേണം കരുതാൻ. ഇത് തന്നെയായിരുന്നു തമിഴ്നാട്ടിൽ സർവപ്രതാപിയായി വാണിരുന്ന സ്റ്റാലിനെതിരെ ആദ്യമായി ശബ്ദമുയർത്തിയത് ഗവർണറായിരുന്നു. ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം ആരിഫ് ഖാൻ പിണറായി വിജയൻ ഏറ്റുമുട്ടലുകൾ കണ്ടതാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ടതില്ല. എന്നിരുന്നാലും ഏതാനും വാക്കുകളിൽ ഇതുകൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇപ്പോൾ തന്നെ ഏതാണ്ട് 15 മിനിറ്റോളമായി. ഇതിനെ കുറയ്ക്കണമെന്ന് കരുതിയാണ് തുടങ്ങിയതെങ്കിലും അറിയാതെ ഇങ്ങനെ കൂടി പോവുകയാണ് ഉണ്ടായത്. കേരളത്തിൽ 2019 ആരിഫ് മുഹമ്മദ് ഖാൻ വന്നപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച ഒരാളായിരുന്നു പിണറായി വിജയൻ. ഇതിന്റെ ഫ്രിക്ഷൻ ഉണ്ടാവുന്നത് 2020 ആന്റി CAA പ്രക്ഷോഭത്തിലൂടെയാണ്. CAA പ്രക്ഷോഭത്തിനെതിരെ നിയമസഭ പ്രമേയം പാസാക്കി ഗവർണർക്ക് അയച്ചു കൊടുത്തു. എന്നാൽ ഗവർണർ അതിൽ ഒപ്പിടാൻ കൂട്ടാക്കിയില്ല. കേന്ദ്രത്തിൽ പാർലമെന്റ് പാസാക്കി പ്രസിഡന്റ് ഒപ്പിട്ട നിയമം പ്രസിഡന്റിന് കീഴിൽ വർക്ക് ചെയ്യുന്ന ഞാൻ ഒപ്പിട്ടുന്നത് ശരിയല്ല എന്നുള്ള നിലപാടായിരുന്നു ഗവർണറുടേത്. ഇത് പറഞ്ഞുകൊണ്ട് തിരിച്ചയക്കുകയും അത് പ്രസിഡന്റിന്റെ പരിഗണനയ്ക്ക് വിടുകയും ചെയ്തതിലൂടെ ആദ്യത്തെ ഫ്രിക്ഷൻ തുടങ്ങി, അല്ലെങ്കിൽ ആദ്യത്തെ കല്ലുകടി തുടങ്ങി എന്ന് പറയാം. 2021 എല്ലായിടത്തെയും പോലെയും വൈസ് ചാൻസലർ അപ്പോയിന്റ്മെന്റിനായി രണ്ടാമത്തെ പ്രശ്നങ്ങൾ. വൈസ് ചാൻസലർ അപ്പോയിന്റ്മെന്റ് UGC മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടല്ല, ലിസ്റ്റ് ഓഫ് 5 വേണം, അല്ലാതെ ഒരാളുടെ പേര് മാത്രം തന്നാൽ തയ്യാറല്ല എന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി. 3 മുതൽ 5 പേരില്ലെങ്കിൽ ഒരു തരാത്ത പക്ഷം തനിക്കിഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കുന്നതാണ് ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ച് എന്ന് ഗവർണർ വ്യക്തമാക്കി. ഇത് വീണ്ടും അവർ തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടാക്കി. കലാമണ്ഡലത്തിലെ ഗവർണറുടെ സ്ഥാനത്തെ ഇല്ലാതാക്കിക്കൊണ്ടും ഗവർണർ വൈസ് ചാൻസലർ പദവി നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടും പ്രമേയം സഭ പാസാക്കി ഗവർണർക്ക് അയച്ചു കൊടുത്തു. എന്നാൽ തമിഴ്നാട്ടിലെ പോലെ തന്നെ അത് ഡിലേ ചെയ്യാണ് ചെയ്തത്. ഡിലേ ചെയ്തുകൊണ്ട് ഗവൺമെന്റിന്റെ, അതായത് പ്രസിഡന്റിന്റെ പരിഗണനയ്ക്കായി ഗവൺമെന്റിന്റെ ഈ പ്രമേയം വിട്ടു. അത് ഇപ്പോഴും അവിടെ കോൾഡ് സ്റ്റോറേജിൽ ഇരിപ്പുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. 23-24 വീണ്ടും ഒരു ഗോൾഡ് സ്മഗ്ലിംഗ് കേസ് ഇവിടെ ഉണ്ടായത്. സ്വപ്ന സുരേഷിന്റെ പ്രത്യാരോപണങ്ങൾ ഉണ്ടായതറിയാം. ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ DGPയെയും ചീഫ് സെക്രട്ടറിയെയും വിളിച്ചു വരുത്തി എന്താണ് എന്ന് അന്വേഷിക്കുകയും അതിന്റെ ഗോൾഡ് സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസിനെ തന്നെ CM അറിയിച്ചില്ല എന്ന് ആൾ പറയുകയും ചെയ്തു. SFIക്കാർ കരിങ്കൂടി ഇതിനിടെ സമരങ്ങൾ തുടങ്ങിയിരുന്നു. ഈ കഴിഞ്ഞ ഗവൺമെന്റിനെ നിലംപരിശാക്കിയത് SFIക്കാരും DYFIക്കാരുടെയും പ്രകടനങ്ങളായിരുന്നു എന്ന് വേണം പറയാൻ. ഖാൻ യുവർ ദാൽ വിൽ നോട്ട് കുക്ക് ഹിയർ, നിന്റെ തന്തയുടെ വകയല്ല എന്നുള്ള ബോർഡുകൾ എല്ലായിടത്തും, സഭ്യമല്ലാത്ത ബോർഡുകൾ എല്ലായിടത്തും ഒരുങ്ങി തുടങ്ങി. ആ കരിങ്കൊടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഗവർണർ നടത്തിയത്. അതിൽ നിന്ന് പുറത്തിറങ്ങിയ ഗവർണർ ഇവർക്കെതിരെ ശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭങ്ങളും കേസുകളുമായി. പോലീസുകാർ തൻ്റെ സുരക്ഷ നോക്കുന്നില്ല എന്ന് ഉറക്കെ വിളിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കാലുകുത്തില്ല എന്ന SFIക്കാരുടെ ഇതിന് കോഴിക്കോടങ്ങാടിയിൽ പോയിക്കൊണ്ട് അലുവ വാങ്ങിക്കൊണ്ടാണ് ഗവർണർ തന്റെ പ്രതിഷേധം അറിയിച്ചത്. ഇത്തരം കാര്യങ്ങൾ കേരളത്തിലെ നിർജീവമായിരുന്നു എന്ന് കരുതാവുന്ന പ്രതിപക്ഷത്തിനേക്കാൾ കൂടുതൽ ഗവർണറായിരുന്നു പ്രതിപക്ഷം എന്ന് വേണം നമുക്ക് കരുതാൻ. ഒരുക്കം പോകുമ്പോൾ ഗവർണറെ ഓഫ് ചെയ്യാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. SFIക്കാരും DYFIക്കാരും ടാറ്റ കാണിച്ചുകൊണ്ടാണ് ഗവർണറെ പറഞ്ഞയച്ചത്. അദ്ദേഹം ഇവിടെ നിന്ന് പോയി ബീഹാറിൽ ചുമതലയേൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ 3 ഗവൺമെന്റുകൾക്ക് എതിരെ ഗവർണർമാർ നടത്തിയ പടപ്പുറപ്പാട് യാദൃശ്ചികമാവാം, അതല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന ചാണക്യനായ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ബുദ്ധിയാവാം. ഇത് BJP ഗവൺമെന്റുകൾക്ക് മാത്രമേ ഈ പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനെല്ലാത്തിനും ഒരു കോമൺ പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CAA, UGC, VC അപ്പോയിന്റ്മെന്റ് മുതലായ കാര്യങ്ങളിൽ, കറപ്ഷൻ മുതലായ കാര്യങ്ങളിൽ, ക്രമസമാധാനം മുതലായ കാര്യങ്ങളിൽ മറ്റ് മുൻകാലങ്ങളിലെ ഗവർണർമാരെക്കാൾ ഇടപെടുകയും അക്കാര്യങ്ങളെക്കുറിച്ച് വിശദീകരണം ആവശ്യപ്പെടുകയും വിശദീകരണം കൊടുക്കുമ്പോൾ അതിൽ താല്പര്യമില്ലാത്തത് ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് ഗവൺമെന്റിനെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടി എതിർക്കുന്നതാണ് ഇതിൻ്റെതായ രീതി. ആ രീതികൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ മനസ്സിലെത്തുകയും ജനങ്ങൾ ഗവൺമെന്റുകൾക്കെതിരെ വോട്ട് ചെയ്ത് അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഈ വീഡിയോ കാണുകയും ഇഷ്ടമാവുകയും ചെയ്താൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സെൻഡ് ചെയ്യുക. തുടർന്നും
ലൈക്ക് ചെയ്യുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഇതിൻ്റെ റീച്ച് കൂട്ടാൻ ഉപകാരപ്പെടും. നന്ദി, നമസ്കാരം.